ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിലെ പ്രധാന വിഭവമായ പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നേരിയ ചെറിയ ചെറിയ പീസായി മുറിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ തിരുമ്പി എടുക്കണം. തിരുമ്പി നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതുപോലെ പിഴിഞ്ഞ് എടുക്കണം. മുഴുവൻ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെള്ളം കളയണ്ട. വെള്ളം ആവശ്യമുണ്ട്, വെള്ളം മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം പിഴിഞ്ഞ് വെച്ച ഇഞ്ചി ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം. ഈ പാകത്തിൽ ഇഞ്ചി മൂപ്പിച്ച് കോരിയെടുക്കുക. കരിയാൻ പാടില്ല. ഇതുപോലെ ഈ ഒരു കളർ വരുമ്പം കോരിയെടുക്കണം. ഇഞ്ചി കോരിയെടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ഒന്ന് പൊട്ടുന്ന സമയത്ത് 6-8 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 3 പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരണം. പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടിയും, മുളക് പൊടി തീ കുറച്ച് വെച്ച് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി ഒന്ന് മൂത്ത് വരണം. മുളക് പൊടി മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു ചെറിയ ബോളിൻ്റെ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത ശേഷം പിഴിഞ്ഞെടുക്കണം. കട്ടിയിൽ പിഴിഞ്ഞെടുക്കണം. കട്ടിയുള്ള പുളിവെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ പാകത്തിൽ കട്ടിയിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പുളിവെള്ളം നല്ലപോലെ വെന്ത് കുറുകി വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച ഇഞ്ചി നീര് ചേർത്ത് കൊടുത്ത് ഇഞ്ചി നീര് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പം പുളിയിഞ്ചിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ നല്ല പോലെ കിട്ടും. ഇഞ്ചി എടുത്ത അതേ കപ്പ് തന്നെ 1/2 കപ്പ് പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുത്ത് ശർക്കരയെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് കുറുകി വരണം. നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്ത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് തണുത്ത ശേഷം ഉണങ്ങിയ ഭരണിയിലേക്ക് ഒഴിച്ച് വെക്കാം. കുറേ നാൾ കേടാകാതെ പുളിയിഞ്ചി ഇരിക്കും. എല്ലാവരും ഓണത്തിന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നല്ല രുചിയുള്ള നമ്മളെ പുളിയിഞ്ചി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.